സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ ഇന്ന് കോൺക്ലേവിന് തുടക്കമാകും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മോഹൻലാൽ, സുഹാസിനി, മണിരത്നം എന്നിവരും ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കും. വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള ചർച്ചകൾ 2 ദിവസമായി നടക്കും. ചർച്ചയിൽ ഉയർന്നുവരുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ചാകും സിനിമാ നയത്തിന് അന്തിമ രൂപം നൽകുക. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സിനിമാ മേഖല ഒന്നാകെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കോൺക്ലേവ് കൂടിയാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത്. പ്രധാനമായും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിരത്നം, വെട്രിമാരൻ, സുഹാസിനി, റസൂൽ പൂക്കുറ്റി തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ ഇന്ന് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് UK, പോളണ്ട്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ ഇതിൻ്റെ പാനലിസ്റ്റുകളാവും. പ്രധാനമായും 9 ആവശ്യങ്ങൾ അതാണ് ഉന്നയിക്കപ്പെടുന്നത് ഈ ചർച്ചകളിൽ. ഇതിലൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യവും ഈ കോൺക്ലേവ് വേണം എന്നുള്ളതാണ്. സിനിമാ കോൺക്ലേവ് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കൂടി ചർച്ചകൾ നടക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. പ്രധാനമായും 9 കാര്യങ്ങളാണ് ഈ കോൺക്ലേവിൽ സംസാരിക്കപ്പെടുക ഒരു വിഷയമായിട്ട്. അല്ലെങ്കിൽ നല്ല സിനിമ നല്ല നാളെ എന്നുള്ളതാണ് ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ. അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രയത്നിക്കാനും കൂടിയാണ് ഈ കോൺക്ലേവ്. 9 ആശയങ്ങൾ അത് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. വളരെ വേഗത്തിൽ തന്നെ മലയാള സിനിമയിലെ ലിംഗനീതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരുപാടായി ഉയരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന കാര്യങ്ങൾ, അവർക്ക് ഒരു സുരക്ഷിതമില്ലായ്മ, സെറ്റുകളിൽ പ്രത്യേകിച്ച് ഒന്ന് ഡ്രസ്സ് മാറാൻ പോലുമുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ രീതിയിലുമുള്ള സ്പേസ് ഇല്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും ആ ഒരു ലിംഗനീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ കോൺക്ലേവിലെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത്. രണ്ടാമത്തത് ഈ തൊഴിലുള്ള കരാർ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ, അതിപ്പോൾ സിനിമയുടെ ക്യാമറയുടെ മുന്നിലും പിന്നിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ കൃത്യമായ തന്നെ കരാർ അടിസ്ഥാനത്തിൽ വേതനം നൽകുക എന്നുള്ളൊരു കാര്യവും കൂടി ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഈ പരാതി പരിഹാര സംവിധാനം, അത് പ്രത്യേകിച്ച് ഓരോ സിനിമാ സെറ്റുകളിലും വേണമെന്നുള്ളതാണ് ഒരു വലിയ ആവശ്യം. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ പരാതി പറയാനൊരു ഇടം വേണം എന്നുള്ളൊരു വലിയ ആവശ്യം സിനിമാ പ്രവർത്തകർ നാളുകളായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പലപ്പോഴായി സംഭവിക്കാറില്ല. അതും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ നാളത്തെ ഒരു സാങ്കേതിക വിദ്യ, അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതും കൂടി ഒരു ഘട്ടവും കൂടി ഉണ്ട്. വളരെ സാങ്കേതിക വിദ്യകൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടൊരു ചർച്ചയും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ തിയേറ്ററുകൾ, ടിക്കറ്റിംഗ് വിതരണക്കാർ, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു സിനിമ റിലീസിന് ശേഷം ആളുകൾക്ക് എന്നാണ് റിലീസ് ഡേറ്റ് എന്നറിയാം, പക്ഷെ അതിനുശേഷം പിന്നെയും ആളുകളിലൂടെ പോകുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷനിലേക്ക് ആളുകൾ, അല്ലെങ്കിൽ തിയേറ്ററുകാർ, വിതരണക്കാർ, അങ്ങനെ ഒരു പറ്റം ആളുകളെയും കൂടെ ഉണ്ട്. അവരെയും കൂടെ ഊന്നൽ നൽകിക്കൊണ്ട് അവർക്കും ഗുണമുണ്ടാകുന്ന രീതിയിലും ഈ ചർച്ചകൾ മാറണം എന്നുള്ളതാണ് 5ാമത്തെ പ്രധാന ആവശ്യം. 6ാമത്തത് ഈ ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ സുഖകരമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്, പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. അതിലൊരു പരിഹാരം വേണമെന്നുള്ളതാണ് 6ാമത്തത്. സിനിമാ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനം 7ാമത്തെ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഫിലിം ടൂറിസം ഒരുപാട് നാളുകളായി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഫിലിം ടൂറിസം ഉണ്ടാവുക, അതിന് മലയാള സിനിമയെ ഉപയോഗിക്കണം എന്നുള്ളത് 8ാമത്തെ ആവശ്യം. ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര വിദ്യാഭ്യാസവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നുള്ളതാണ് 9ാമത്തെ ആവശ്യം. ഇതോടൊപ്പം തന്നെ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. പ്രധാനമായും ഈ 9 ആവശ്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. അത് ഒരുപാട് നാളുകളായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനൊരു കോൺക്ലേവ് വേണം, അതൊരു താരങ്ങളുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു സിനിമ വരിക, അല്ലെങ്കിൽ സിനിമകൾ ഇനിയും സമൂഹത്തിന് വേണ്ടതാണ്, അത് നല്ലൊരു സിനിമയായിട്ട് മാറുക, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു നയരൂപീകരണവും കൂടിയാണ് ഈ കോൺക്ലേവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ സിനിമാ പ്രവർത്തകർ, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകരോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ സിനിമാ പ്രതിനിധികളും കൂടി കോൺക്ലേവിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ അവരുടെ ആ സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഉണ്ടാകും. അതിൽ നിന്നും കൃത്യമായ ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് തന്നെയാണ് തുടർന്ന് എങ്ങനെയായിരിക്കണം മലയാള സിനിമയുടെ ഒരു പോക്ക്, അതിൻ്റെ നിർമ്മാണവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു നയരൂപീകരണമായിരിക്കും ഉണ്ടാകുക എന്നുള്ള പ്രതീക്ഷയും വിശ്വാസത്തിലുമാണ് സിനിമാ പ്രവർത്തകർ ഈ 2 ദിവസങ്ങളെ കാണുന്നത്. തീർച്ചയായും സിനിമാ മേഖലയുടെ
ഉന്നമനത്തിനായി ഊർജം പകരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന നയരൂപീകരണം നടക്കുന്ന നിർണായകമായ സിനിമ കോൺക്ലേവിനാണ് ഇന്ന് തുടക്കമാകുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവാണ്. മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സിനിമാ മേഖലയിലെ അതുല്യ പ്രതിഭകളുടെ ഒരു സംഗമ വേദിയായി കൂടി ആ കോൺക്ലേവ് മാറുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും നല്ല നാളേക്ക് നല്ല സിനിമാ ലോകത്തിനായിട്ടുള്ള ഒരു ചുവടുവയ്പ് ആണ് ഈ കോൺക്ലേവിലൂടെ സംസ്ഥാന സർക്കാരും സിനിമാ കലാകാരന്മാരും അവരുടെ സംഘടനകളുമെല്ലാം ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.